എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1830 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. MD ഹോമിയോ, MSc സൈക്കോളജി, MSc യോഗ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 48 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്നാണ് ഇന്നത്തെ വിഷയം. ഇതിലേക്കായി ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് കേൾക്കാമോ? കേൾക്കാം. ആദ്യം ഒപ്പമെന്നുള്ളതായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചർമ്മരോഗങ്ങളൊന്ന് കണ്ടു. അതുകൊണ്ട് ഞാൻ വിഷയം മാറ്റി വീണ്ടും ഞാൻ 2 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ആദ്യമായിട്ട് ഈ IFPHനും അതിൻ്റെ ഭാരവാഹികൾക്കും എനിക്ക് തന്ന ഈ ക്ലാസ് എടുക്കാൻ തന്ന അവസരം തന്ന എല്ലാവർക്കും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങട്ടെ. ഞാൻ 2 ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഇപ്പം ഒരു ഏറ്റവും കൂടുതൽ പ്രോബ്ലമുള്ള ഏറ്റവും മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം, എൻ്റെ സ്കിന്ന്. അതിന് ഉണ്ടാകാൻ മേലാത്ത ഒരു 45 തരത്തിലുള്ള കൂടുതലുള്ള കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ ക്ലാസ് എടുത്ത്, ഞാൻ ഓർക്കുന്നില്ല എത്രയാണെന്ന്, എവിടെ കൊണ്ടാണ് നിർത്തിയെന്ന്. ഏതായാലും ഞാൻ എടുക്കാത്ത ഭാഗം ആണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും എടുത്ത ഭാഗം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് വേറെ ആദ്യമായിട്ട് ഞാനൊരു 2-3 കേസുകളാണ് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ കുറയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരിതാണ് ലൂക്കോഡർമ. പക്ഷേ പലപ്പോഴും നമുക്ക് ഇച്ചിരി സമയം എടുക്കുമെന്നുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് വല്ല പനി വന്നുകൊണ്ടോ അതുപോലെ തന്നെ വേറെ പല അസുഖങ്ങളോ അക്യൂട്ടായിട്ട് വന്ന ഇതുകൊണ്ടോ പോവുകയില്ല. ഒരു ദിവസം കൊണ്ട് വന്നിട്ട് ലൂക്കോഡർമ വരുന്നത് പതിയെ ഉള്ള മാറ്റങ്ങളാണ്. ആ ലൂക്കോഡർമ, അതായത് വെള്ളപ്പാണ്ട്, അത് നമുക്ക് ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാം. ഞാൻ പ്രധാനം യൂസ് ചെയ്യുന്നത് സൾഫറും സിപ്പിലിനുമാണ്. അതായത് എനിക്ക് ഡോക്ടർ RP പട്ടേൽ പറഞ്ഞു തന്ന ഈ 2 മെഡിസിൻ കൊണ്ട് ഒരുപാട് കേസുകൾ ഞാൻ കുറച്ചിട്ടുണ്ട്. ബാക്കി ഇനി അതിൻ്റെ കേസുകൾ വരുമ്പോൾ അന്നേരം പറയാം. പിന്നെ ഒരു കേസ് ഞാൻ ഒരിക്കൽ ഒരു ക്രാക്സ് അമേരിക്ക വരെ പോയി ട്രീറ്റ് ചെയ്തതാണ്. ഒരു ഡോക്ടറുടെ ഭാര്യ തന്നെയാണ്, അലോപ്പതി ഡോക്ടറുടെ ഭാര്യ. അത് കുറയാതെ വന്നു. അത് ക്രാക്സ് കംപ്ലീറ്റ് ഗ്രാഫൈറ്റിസ്, ബ്ലഡ് ഇങ്ങനെ യൂസ് ചെയ്താൽ. അന്നേരം അവർ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇത് സ്റ്റെറോയിഡ്സ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആ മരുന്നിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പം, ഫാർമക്കോളജിക്ക് പോയി ടെസ്റ്റ് ചെയ്തപ്പം അവിടെയുള്ള ഡോക്ടർമാരും അവരുടെ മക്കളും എല്ലാം എൻ്റെ പേഷ്യൻ്റായിട്ട് മാറി. അതിൽ കൊടുത്തത് സരസപ്പാരുടെ ആണ്. ഗ്രാഫൈറ്റിസ് ഓയിൻമെൻറ്റ് കാലിൽ തേക്കാനും കൊടുത്തു. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ വേറൊരു ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സ്കിൻ ഡിസീസസ്. ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. കാരണം ഒരുപാട് ഈ സപ്രഷനും ഓയിൻമെൻറ്റും അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന കേസുകളായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ ഒരു എക്സിമ, അത് എങ്ങും പോയിട്ട് പറയാതെ വരുന്നത്, അത് ഗ്രാഫൈറ്റിസ് കൊണ്ടുമാണ്. അത് ഈ സ്റ്റിക്കി ഫ്ലൂയിഡ് വന്നതുകൊണ്ടാണ് ഗ്രാഫൈറ്റിസ്. 0/3 ആണ് ഞാൻ കൊടുത്തത്. അല്ലാത്തതൊക്കെ ഞാൻ പൊട്ടൻസി വേറെ പ്രത്യേകിച്ച് പറയും. അല്ലെങ്കിൽ എല്ലാത്തിനും 0/3 ഡിവൈഡഡ് ഡോസാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു പ്രാവശ്യം ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അന്നേരം ഞാൻ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഈയുടെ കാല് എന്നെ എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിലും എക്സിമ പോലെ ഇങ്ങനെ കണ്ടു. അയാൾ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, പെട്രോൾ പമ്പിലായിരിക്കും പെട്രോൾ അടിക്കുന്ന പരിപാടി. പെട്രോളിയം 0/3 കൊടുത്ത് കംപ്ലീറ്റ് കുറഞ്ഞു. പിന്നെ ഒരിക്കൽ ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പേരും
പ്രശസ്തി ഉണ്ടാക്കി തന്ന കേസുകളാണ് ഞാനിവിടെ പറയുന്നത്. കാരണം അത് ഞാൻ അവസാനം പറഞ്ഞു വരുമ്പം എന്താ അവസാനം പറയാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാ ആദ്യം തന്നെ പറയാം. പിന്നെ ഒരിക്കൽ ഒരു കീലോയിഡ്, അതായത് ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ അച്ഛനും അവരുടെ പെങ്ങളും ഹോമിയോപ്പതി ഡോക്ടർ, അനിയൻ അലോപ്പതി ഡോക്ടർ, ഇവരൊക്കെ ട്രീറ്റ് ചെയ്തിട്ടും കുറഞ്ഞില്ല. അദ്ദേഹം കീലോയിഡിനല്ല ആദ്യം വന്നത് കാലിൽ ഇങ്ങനെ പഴുപ്പ്, നിലത്തോട്ട് തൊടാൻ പറ്റും. അത് ഞാൻ റെപ്പർട്ടൈസ് ഒക്കെ ചെയ്തപ്പോൾ കിട്ടിയത് കാലിബ്രോമിയ. അത് കഴിഞ്ഞ് തയോസ്യാമിനം കൊണ്ട് പുള്ളിയുടെ കീലോയിഡ് കംപ്ലീറ്റ് മാറി. പിന്നെ ഒരു കേസ് ഒരു ഓട്ടോ ഡ്രൈവറുടെ സോറിയാസിസ് ആണ്. അതും കംപ്ലീറ്റ് തീർത്തും കുറയ്ക്കാൻ പറ്റി. ഞാൻ മെഡിസിൻ ആണ് ഓർക്കുന്നില്ല, ഇനി ആ ഓർക്കുകയാണെങ്കിൽ അന്നേരം പറയാം. ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു വിഷയമാണ് ചർമ്മവും അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങളും. അതിനുള്ള കേസുകൾ നമുക്ക് ഈസി ആയിട്ട്, ചില സമയമെടുക്കും, പക്ഷെ കംപ്ലീറ്റ് തീർച്ചയായിട്ടും നമുക്ക് അത് നല്ല പേരും പ്രശസ്തിയും കിട്ടും, ഹോമിയോപ്പതിക്ക് പേരും കിട്ടുന്ന ഒരു രോഗം ആണ് സ്കിന്നും അതുപോലെയുള്ള ഡിസീസസും. ഇത് ആദ്യം ഞാൻ അവസാനത്ത് നിന്ന് പുറകോട്ടാ. എവിടെയെങ്കിലും രണ്ടാമത് റിപ്പറ്റീഷൻ വന്നിട്ടുള്ള കേസുണ്ടെങ്കിൽ പറയണം, ഞാൻ അവിടെ കൊണ്ട് നിർത്താം. ആദ്യമായിട്ട് പാലുണ്ണി, മൊളാസ്കം കണ്ടേജിയോസം. പാലുണ്ണിക്ക് നൽകാവുന്ന, ഞാൻ ആൻറ്റിയംക്രോഡം കൊടുത്ത് ഒരുപാട് കേസ് പാലുണ്ണി കുറച്ചിട്ടുണ്ട്. ആൻറ്റിയംക്രോഡം സ്പെസിഫിക് അല്ല, നമുക്ക് അക്കോർഡിംഗ് ടു സിംറ്റം ആണ്, ടോട്ടാലിറ്റി ഓഫ് സിംറ്റം എടുത്തിട്ടാണ് കുറയ്ക്കേണ്ടത്. സ്പീഡ് കൂടുന്നുണ്ടാവും ഉണ്ടെങ്കിൽ പറയണേ. പറഞ്ഞു വരുമ്പോ അങ്ങ് സ്പീഡ് അങ്ങ് ഓട്ടോമാറ്റിക് കൂടിപ്പോ. അത് ഞാൻ ആൻറ്റിയംക്രോഡം കൊടുത്താണ് ഒരുപാട് കേസുകൾ കുറച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത മരുന്ന് ഒരു പ്രത്യേക ഔഷധമാണ് കോസ്റ്റിക്കം. അതായത് ഒരിക്കൽ ഒരു ഹോമിയോ ഡോക്ടർ തന്നെ എനിക്ക് റെഫർ ചെയ്തതാണ്. അതായത് മെഡിക്കൽ കോളേജിലൊക്കെ പോയി കാർട്ടറൈസേഷൻ ചെയ്ത് പിന്നെ വന്ന് ശരീരം മുഴുവൻ അങ്ങ് വന്നു, ചെറിയ അരിത്താവല് പോലെ. അവർ ട്രീറ്റ് ചെയ്തിട്ടെങ്ങും കുറഞ്ഞില്ല. അവർ 1 10 CM ഒക്കെ കൊടുത്തു, എന്നിട്ടും ഒരു കുറവില്ല. പക്ഷേ ഞാൻ 0/3 കോസ്റ്റിക്കം തന്നെ കൊടുത്ത അവിടെ കംപ്ലീറ്റ് തൂത്ത് കളഞ്ഞ മാതിരി പോയി. പക്ഷെ സമയം എടുത്തു കേട്ടോ, ഏകദേശം 6 months to 1 year എടുത്തു. 6 months കുറഞ്ഞു, 1 year കൊണ്ട് കംപ്ലീറ്റ് തൂത്ത് പോയത് പോയി. പിന്നെ പാലുണ്ണിക്ക് നൽകാവുന്ന മറ്റൊരു പ്രധാന ഔഷധമാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന് ഇടയ്ക്ക് ചൊറിച്ചിൽ കാണും, ചിലപ്പം അതിന് വേദനയും കാണും. ചൊറിഞ്ഞ് ചിലപ്പം ചൊറിച്ചോടുകൂടി വേദനയും വരും, ചിലപ്പം ബ്ലഡും വരും. പിന്നെ തടിച്ച ന്യൂക്കോപ്ലാസ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, കുട്ടികളൊക്കെ ആണെങ്കിൽ കാൽക്കേറിയ കാർബ് കൊണ്ട് നല്ല സുഖം പ്രാപിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ലേ? അതിനാണല്ലോ പറയുന്നത്. ആർക്കെങ്കിലും എഴുതിയെടുക്കണേലോ അതിനോ ഉണ്ടെങ്കിൽ അതിനാ പറയാം. ഒരു ചാറ്റ് ബോക്സിൽ സിംറ്റവും കൂടെ പറയണമെന്നും പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പറയാം. ഇനി ഞാൻ അവസാനം ഇതിൻ്റെ അകത്ത് വേറൊരു നമ്മുടെ മെഡിസിന് ഒരു കണ്ടീഷനല്ല, പല കണ്ടീഷനിലും സെയിം മെഡിസിൻ തന്നെ വരാം. എന്നാലും ഞാനൊരു ഇമ്പോർട്ടൻ്റ് 3-4 മെഡിസിൻസ് ലാസ്റ്റ് ഒരു 10 minutes 15-20 minutesോടൊപ്പം പറഞ്ഞാൽ ഇത് നിർത്തിയിട്ട് ആ സിംറ്റംസ്, പ്രധാനപ്പെട്ട മെഡിസിൻ്റെ 3-4 സിംറ്റംസ് ശരിക്കും പറഞ്ഞു തരാം പോരെ. പിന്നെ കോൾഡ് സോർ, വൈറസ് മൂലം ആതരങ്ങളുടെ സമീപത്തായി ഒന്നിൽ കൂടുതലായി കാണുന്ന ചെറിയ വെള്ളം നിറഞ്ഞ കുരുകുരുപ്പടയാണ് കോൾഡ് സോർ എന്ന് പറയുന്നത്. അത് എനിക്കൊരു പ്രാവശ്യം ഒരാൾ വന്നു, ഞാനത് കുറഞ്ഞു, പക്ഷേ തീർത്ത് മാറാഞ്ഞിട്ട് ഞാനത് ഫാദർ മുള്ളേഴ്സിലോട്ട് റെഫർ ചെയ്തു. പക്ഷേ അവിടെ പോയിട്ടും കുറയാതെ ആൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ കൊടുത്തത് ഹെപ്പാർ സർപ്പാണ്. ഹെപ്പാർ സർപ്പ് കൊണ്ട് അത് പറയും കുത്തുന്ന വേദനയും പുകച്ചിലും രക്തസ്രാവവും സ്പർശനത്തോടെ അമിത ഭേദിത്വം
പഴുക്കുവാനുള്ള സാധ്യത. എന്താണ് ഭയങ്കര വേദന, കുത്തി കുത്തി നമ്മൾ ഈ പഴുപ്പൊക്കെ അകത്ത് നിൽക്കുകയല്ലേ, അങ്ങനെയുള്ള വേദനയാണ്. അപ്പം അത് കപ്പാർ സർബ് കൊടുത്തപ്പം തീർത്തും മാറി. അടുത്തത് ചെറിയ പഴുപ്പ് നിറഞ്ഞ കുരുക്കൾ, പുകച്ചിലും കഠിനമായ കുത്തുന്ന വേദനയും, ചൂടുകൊണ്ട് വർദ്ധിക്കും, തണുപ്പുകൊണ്ട് ശമനം കിട്ടുന്നു. എപ്പിസ്ലവിക്കാണ് ഇതിനകത്ത് വേറൊരു പ്രത്യേക സിംറ്റംസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് റെസ്റ്റ്ലെസ് ആയിരിക്കും എപ്പോഴും. കീഴ്ചുണ്ടിൽ പുകച്ചിലോട് കൂടിയ വലിയ പൊള്ളൽ പോലെയുള്ള പുഴുക്കളാണെങ്കിൽ നേട്രം മോഡാണ്. എല്ലാവർക്കും അറിയാവുന്ന നേട്രം മോഡിന് ക്രേവിങ് ഫോർ സോൾട്ടും അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ രക്തസ്രാവം വേണമെങ്കിൽ നൈട്രിക് ആസിഡ്, ഞാനത് പറഞ്ഞു. പിന്നെ പനിയോട് കൂടിയുള്ള ചൊറിച്ചിലും പുകച്ചിലും വേദനയുണ്ടെങ്കിൽ റെസ്റ്റോക്സ് ആണ് മെഡിസിൻ. ഇത്രയാണ് ഓൾഡ് സോറിനുള്ള മെഡിസിൻസ്. അടുത്തത് ഹാർഡ് സ്കിൻ, കടുപ്പമുള്ള ചർമ്മം. ചർമ്മം കട്ടിയുള്ളതും എന്തോ ഒരുപാട് പേർക്കുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കട്ടിയുള്ളതും കടുപ്പമുള്ളതും തേനിൻ്റെ നിറത്തോടും കൂടി കാണുന്ന കിടക്കയുടെ ചൂട് കൊണ്ട് ചൊറിച്ചിലുണ്ടാകുന്നതാണെങ്കിൽ ആൻറ്റിയം ക്രൂഡമാണ്. രാത്രിയിൽ ഇത് കൂടുകയും ചെയ്യും. പിന്നെ ആനയുടെ കാല് പോലെ കട്ടിയുള്ള ചർമ്മമാണെങ്കിൽ ഹൈഡ്രോകോട്ടൈൽ, ഞാനത് മദർ ടിഞ്ചർ കൊടുക്കാറുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. എക്സിമയുടെ കൂടെ കാണുന്ന കട്ടിയുള്ള ചർമ്മം, മുള്ളു പോലെയുള്ള ചെതുമ്പൽ കാണുന്നുള്ളത് റെണങ്കുലസ് ബൾബോസമാണ്. ചെതുമ്പൽ പോലെ ഇരിക്കും, കട്ടിയായിട്ട് ഇങ്ങനെ ഒരുമാതിരി തര പോയിട്ട് ചെതുമ്പൽ നമ്മൾ പിടിക്കുന്നത് പോലെ ഇരിക്കും, ഒരുമാതിരി പാമ്പിൻ്റെ തോല് പോലെയൊക്കെ ഇരിക്കും. അടുത്തത് എണ്ണമയമുള്ള ചർമ്മം. മറിയാമ്മ ഡോക്ടറെ, എവിടെയെങ്കിലും ഞാൻ എടുത്താണെങ്കിൽ പറയണേ. ഇല്ല സാർ, എടുത്തിട്ടില്ല. എണ്ണമയമുള്ള ചർമ്മം, അതിന് ഞാൻ അതിൻ്റെ അകത്ത് പുറമെ ഉള്ള ഒരു പരിപാടി പറഞ്ഞുതരാം. ആദ്യം അത് ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു ലോഷന് പറഞ്ഞുതരാം. ഇത് സാധാരണ എല്ലാ മിക്ക സ്കിൻ ഡിസീസിനും കൂടുതൽ ഇതിനും പറ്റുന്നതാണ്. ബെറിബെറീസ് അക്യുപോളിയം മദർ ടിഞ്ചർ 5 ml, ഹൈഡ്രോകോട്ടൈൽ മദർ ടിഞ്ചർ 5. ഞാൻ സാധാരണ മിക്സ് ചെയ്യാറില്ല, എങ്കിൽ പോലൂടെ പലർക്കും ഇത് വളരെയധികം പ്രയോജനം കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഒട്ടും മിക്സ് ചെയ്യരുത്, ഇപ്പൊക്കെ മിക്സ് ചെയ്യുന്നവരെ ഞാൻ വഴക്ക് പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇത് ഇപ്പം മനസ്സിലായി, ചിലതിനൊക്കെ വളരെയധികം പ്രയോജനമാണ്. ഈ മദർ ടിഞ്ചർ മിക്സ് ചെയ്താൽ കുറവുണ്ടെന്ന് മനസ്സിലായി. ഇച്ചിനീഷ്യ ടിഞ്ചർ 5 ml, ഒലിവ് ഓയിൽ 30 ml, നന്നായി ചേർത്ത് നല്ലോണം കുലുക്കി പതുക്കെ ആ ഭാഗത്തൊക്കെ ഈ വരണ്ട ചർമ്മമുള്ളിടത്ത്, അതായത് പൊട്ടിയതും ചൊറിഞ്ഞു പൊട്ടിയതൊന്നുമല്ല, വരണ്ട ചർമ്മത്തിന് ഏറ്റവും നല്ലതാണ്. അത് ഒന്നുകൂടെ പറയാമോ സാറേ? ബെറിബെറീസ് അക്യുപോളിയം മദർ ടിഞ്ചർ 5 ml, 5 ml. ഹൈഡ്രോകോട്ടൈൽ ടിഞ്ചർ 5 ml, ഇച്ചിനേഷ്യ മദർ ടിഞ്ചർ 5 ml, ഒലിവ് ഓയിൽ 30 ml. അതായത് ഇതെല്ലാം കൂടെ കൂടിയതിൻ്റെ ഇരട്ടി. 3 കൂടുമ്പോൾ 15 ml, അതിൻ്റെ ഇരട്ടി ഒലിവ് ഓയിൽ. അതായത് എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ തന്നെ ബെറിബെറീസ് അക്യുപോളിയം ഇച്ചിനീഷ്യായും ഇവിടെ കലർത്തി വെള്ളം കൂടെ മുഖം കഴുകാൻ നേരത്ത് ഇതുപോലെ ചേർത്ത് കഴുകിയാൽ ഒരുപാട്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ സിട്രസ് വൾഗാരിസ് എന്ന് പറയുന്ന മദർ ടിഞ്ചറൂടെ ചേർക്കാം. അത് 2 ml മതി, മറ്റേതൊക്കെ 2.5 ml ആണ്. ഇതായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് മുഖം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ. ചിലരുടെ മുഖത്ത് ഭയങ്കര, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ക്ലാസ് ടീച്ചറെ ഞങ്ങളുടെ എണ്ണപ്പലഹാരം എന്നാണ് വിളിച്ചിരുന്നത്.
എപ്പോഴും അവരുടെ മുഖത്തൂടെ ഇങ്ങനെ എണ്ണമയം ഇങ്ങനെ വരും. അവരൊരു തുവാല എടുത്ത് ഇടയ്ക്ക് തുടയ്ക്കുന്ന കാണാം. ഇടയ്ക്ക് അത് വെള്ളത്തിൽ മുക്കി മുഖം കഴുകുന്ന മാതിരി തുവാല കൊണ്ട് തൂക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇത് വരികയാണെങ്കിൽ വളരെ ചർമ്മം എണ്ണമയം ഉള്ളതാണെങ്കിൽ അത് ഇത് ചേർത്തിട്ട് മുഖം കഴിക്കാൻ കണ്ണിൽ പോകരുത്. ചിലപ്പം നീറ്റലുണ്ടാകും. കണ്ണടച്ച് പിടിച്ചോണ്ട് വേണം കഴുകാൻ. അപ്പൊ ഈ അക്രിഫോളിൻ ടീച്ചറൊക്കെ 5 ml ആണോ അതിനും? അതെ. ഇത് ബെറിബറി സക്കുപോഡിയം 5 ml, ഇച്ചിനേഷ്യ 5 ml. പക്ഷേ സിട്രസ് ബൾഗ എന്ന് പറയുന്ന ഒരു മദർ ടിഞ്ചർ കിട്ടും. സിട്രസ് CITURUS ബൾഗാരിസ്, സിട്രസ് ബൾഗാരിസ് ആണ് മുഴുവൻ പേര്. അത് 2.5 ml, 30 ml വെള്ളം കൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകിയാൽ ഈ എണ്ണമയം മാറിക്കിട്ടും. എണ്ണമയമുള്ള മുഖം, ചർമ്മത്തിന് ചൂടും മഞ്ഞ നിറവും ഉണ്ടെങ്കിൽ ബ്രയോണിയ ആൽബം കൊടുത്താൽ വളരെ ഗുണം കിട്ടും. ചർമ്മം നിരന്തരമായി നനവുള്ളതും എണ്ണ ഉള്ളതായി കാണുകയാണെങ്കിൽ അമിതമായി വിസർക്കുന്നു. രാത്രിയിൽ കൂടുതലായിട്ട് വിസർക്കുകയും എണ്ണമയം കാണുകയാണെങ്കിൽ മെർസോളാണ് വരുന്നത്. മുടിയുള്ള ഭാഗത്തെ ചർമ്മം മഴുവഴുത്ത എണ്ണമയമുള്ളതായി കാണുകയാണെങ്കിൽ നേട്രമോറ്, തലേന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി എണ്ണമയം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുഖത്തെ ചർമ്മം മഴുവഴുപ്പുള്ളതും തിളങ്ങിയും കാണുകയാണെങ്കിൽ പ്ലംബമെറ്റാണ്. ഇത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? കൂടുതൽ ഇതൊന്നുകൂടെ ഒന്ന് അത് പറഞ്ഞാൽ കൊള്ളായിരുന്നു സാർ. അങ്ങനെ പറഞ്ഞോണം വേണമെങ്കിൽ. അതായത് ആദ്യം പറഞ്ഞ ബ്രയോണിയം അതിന്റെ ഉള്ള മുഖത്തും ചൂട്, മുഖം മഞ്ഞ നിറമാണ്. മുഖത്തിനും ചർമ്മത്തിനും ഒക്കെ അങ്ങനെയായിരിക്കും. രണ്ടാമത് പറഞ്ഞ മെർസോൾ, നനവുള്ളതും എണ്ണമയവും ഭയങ്കരമായ വിസർപ്പം രാത്രിയിലായിരിക്കും കൂടുതൽ മെർസോൾ. പിന്നെ അഥവാ അതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഒരു സിഫിലിനം ഹയർ പൊട്ടൻസി ഒന്ന് ഇന്റർ കറന്റ് ആയിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ വേഗം കുറവ് കിട്ടും. മുടിയുള്ള ഭാഗത്തെ ചർമ്മം, അതായത് തലയിലും ഒക്കെ ആണെങ്കിൽ എണ്ണമയം ഉള്ളതായി കാണുകയാണെങ്കിൽ നേത്രം 3 കൊടുക്കുക, കുറയും. പിന്നെ ഞാൻ ഈ മുമ്പേ പറഞ്ഞ ഇതുകൊണ്ട് കഴുകിയാൽ, മുഖം കഴുകിയാലോ ഇടയ്ക്കിടയ്ക്ക് രാവിലെയും വൈകിട്ടും കുളിക്കുമ്പോഴും അത് ലാസ്റ്റ് ആ വെള്ളത്തിൽ ചേർത്തിട്ട് കുളിച്ചാൽ, ലാസ്റ്റ് കപ്പിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ വളരെയധികം കുറവുണ്ട്. പിന്നെ മഴുവഴുപ്പുള്ളതും ഓയിൽ പോലെയാണെങ്കിൽ പ്ലംബമെറ്റാണ്. പരിബലത്തെ റഫ് സ്കിന്നിനാണ്. പക്ഷെ അതിനെക്കാട്ടി മുമ്പ് പറയേണ്ടത് പീലിംഗ് ഓഫ് ചർമ്മം, അതായത് തൊലി ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞു പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് പീലിംഗ് ഓഫ് സ്കിൻ, ഉരിയുക. അലിയം സദൈവാണ് മെഡിസിൻ. അടുത്തത് പൊട്ടൻസി ടീച്ചറാണോ? 0/3 ആവും. അലിയ സദൈവയുടെ. പിന്നെ പരിപരുത്ത ചർമ്മം, റഫ് സ്കിന്ന്, മറ്റേ ട്രൈ സ്കിന്നാണ് പറഞ്ഞത്, ഇപ്പൊ റഫ് സ്കിന്നാണ് പറയുന്നത്. പരിപരുത്ത ചർമ്മത്തിന് കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ചർമ്മം പരിപരുത്തതും വിണ്ടു കീറിയതും ചെതുമ്പൽ പോലുള്ളതും രക്തസ്രാവമുള്ളതാണ്. വൃത്തിഹീനമായ അഴുക്ക് പിടിച്ച ചർമ്മം, കഴുകാൻ പേടി, ചർമ്മത്തിൽ നിന്നും ദുർഗന്ധം, ഒരു സൈസ് ഉളുപോലം പോലെ വരും. ചർമ്മരോഗത്തിൽ കുളികൊണ്ടും കിടക്കയുടെ ചൂട് കൊണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ സ്ഫോറിനത്തിന് പിന്നെ അത് ഒരു ചില്ലി പേഷ്യൻ്റ് കൂടാണ്.
പിന്നെ അടുത്തത് പാടുകൾ, സ്കാൾസ്. നമ്മളിപ്പം ഈ പലപ്പോഴും വ്രണങ്ങളൊക്കെ കരിഞ്ഞു കഴിഞ്ഞ് പിന്നെ ചൊറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചൊറിച്ചിലും എക്സിമായും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് പാടവിടെ കിടക്കും. അത് പിന്നെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഫ്ലോറിക് ആസിഡാണ് മെഡിസിൻ. ഫ്ലോറിക് ആസിഡ് കൊടുത്താൽ വളരെയധികം കുറവ് കിട്ടും. ഫ്ലൂറിക് ആസിഡ്. ആസിഡ് ഫ്ലോർ മുഖത്തും കഴുത്തിലും നെഞ്ചത്തും പുറകിലും ചെറിയ പരുവ് വന്നതിന് ശേഷം ഉണ്ടായ പാടുകൾ കാലിയായിട്ട് നല്ല കുറവ് കിട്ടും. ഞാൻ ഇത് ഈ നെഞ്ചത്തും പുറകിലും ഒക്കെ പരുവ് വരും ഈ ഡയബറ്റീസ് പേഷ്യൻറ്റിന്. അങ്ങനെയാണ് അതിനകത്ത് ഞാൻ കൊടുക്കുന്നത് ആന്ത്രാസിനും കാലി സർപ്പ് 6X. പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ടുള്ള മെഡിസിൻ ചിലപ്പോൾ സൈലീഷ്യ കപ്പാർ സർപ്പൊക്കെ കൊടുക്കും. അതുകൊണ്ടും നല്ലവണ്ണം കുറയും പാടുകൾ. ഇതിൻ്റെ പാട് വന്നതും പതിയെ പോകും, പോകും. മുറവ് ഉണങ്ങിയതിന് ശേഷം കാണുന്ന പാട് സൾഫൂരിക് ആസിഡാണ്. മദർ ടിഞ്ചറൊന്നുമല്ല കേട്ടോ. പഴകിയ പാടുകൾ വീണ്ടും പഴുക്കുവാനുള്ള പ്രവണത. ഒന്ന് കുറഞ്ഞ അവിടെ പാടൊക്കെ പോയി, വീണ്ടും അവിടെ തന്നെ വീണ്ടും ചൊറിഞ്ഞു പൊട്ടും. അത് ക്രോക്കസ് സദൈവയാണ്. പഴയ പാടുകൾ ഈ ചൊറിയൊക്കെ വന്നിട്ട് പഴയ പാടവിടെ തന്നെ നിൽക്കും, ചൊറിച്ചിലൊക്കെ പോയി കാണും. അങ്ങനെയുള്ള അടുത്ത് കൊടുക്കേണ്ടത് ഗ്രാഫൈറ്റിസ് ആണ്. 0/3 കൊടുക്കാവുള്ളൂ. കൂടുതൽ റെപ്പറ്റീഷൻ ചെയ്താൽ ചിലപ്പോൾ തിരിച്ചു വരും. ആ പാടുകളിൽ നിന്ന് ചൊറിഞ്ഞു കഴിഞ്ഞ് രക്തസ്രാവം കൂടെ ആണെങ്കിൽ വരുന്നത് ഡാർക്കസിസ്. അപ്പം അങ്ങനെ വീണ്ടും സ്കാറൊക്കെ എങ്ങനെ വീണ്ടും നിൽക്കുകയാണെങ്കിൽ തയോസ്യാമിനും, അതായത് കീലോഡിനും വളരെ ഒരു നല്ല മരുന്നാണ്. തയോസ്യാമിനും ലോവർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് 6ഉം 3ഉം ഒക്കെയാണ് കൊടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് ഔഷധങ്ങൾ പരാജയപ്പെടുമ്പോൾ ഈ ഔഷധം കൊടുക്കാവുന്നതാണ്. പൈറ്റടക്ക അത് ഞാൻ മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ചിലർക്കൊക്കെ. അതെങ്ങനെയാ മറ്റു മരുന്നുകൾ പ്രയോജനപ്പെടാതിരിക്കുമ്പോൾ? പ്രയോജനപ്പെടാതെ വരുമ്പം പൈറ്റടക്ക മദർ ടിഞ്ചർ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ചിക്കൻ പോക്സ് വന്നതിന് ശേഷമുള്ള പാടുകൾ മാറുവാൻ സറാസീനിയ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്റർകറന്റ് ആയിട്ട് വേരിയോളിനും കൊടുക്കാം. സ്പെല്ലിംഗ് എന്ന് പറയാമോ സാറേ? അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, ഈ ഭാഗത്ത് കാണുന്നില്ല. അതെ, SARRACENIA, സറാസീനിയ. അതായത് പുതിയ ബോർക്കിൻ്റെ 503 8 എന്നൊരു സംശയമുണ്ട്. 3 8 ആണ്. അത് രണ്ടും കൂടെ കൊടുത്താൽ ബയോകെമിഷമാണെങ്കിൽ പാടുകൾ പോകാൻ കാൽക്കേറിയ ഫ്ലോറ. ഞാൻ 6 ഇൻട്രോഡക്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതുകൊണ്ടും പോയില്ലെങ്കിൽ ബയോകെമിക്കും ചിലപ്പോൾ ഇടയ്ക്ക് ചിലർക്ക് കൊടുക്കും, വലിയ കുറവൊന്നും കണ്ടില്ലെങ്കിൽ. സ്പീഡ് കൂടുന്നുണ്ടേ പറഞ്ഞോണേ. കുഴപ്പമില്ല സാറേ. മുഖത്തെ കല, ചിക്കൻ ബോക്സ് വന്നത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. വേരിയോളിനോ ഈ സറാസിനിയ കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞത് സാറേ? അതെ വേരിയോളിനും കൊടുക്കുന്ന ഈ സറാസിനിയായി മാറി കേൾക്കേണ്ടി വരും ചിലപ്പോൾ. ഈ സറാസിനിയ കൊടുക്കുന്ന ദിവസം വേരിയോണിനും കൊടുക്കരുത്, വേരിയോണിനും കൊടുക്കുന്ന ദിവസം സറാസിനായും കൊടുക്കരുത്. അതൊരു ഇന്റർകറന്റ് ആയിട്ട് ഒരു വേരിയോണിനും ഒരു എന്നാ പറയുന്നത്, അത് അഫക്റ്റ് ചെയ്യാതെ വരുന്നു. പിന്നെ മുഖക്കൊരു വ്രണങ്ങൾ വന്നതിന് ശേഷം മുഖത്ത് വരുന്ന
പാട് മാറ്റാൻ ചിലരൊക്കെ മുഖത്ത് ഇങ്ങനെ പാട് കിടക്കും, പരുവും മുഖക്കുരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞിരിക്കും. അത് സൈലീഷ്യ ഞാൻ ലോവർ പൊട്ടൻസിയും കാർക്കേറിയ ഫ്ലോർ 6X ആണ് കൊടുക്കുന്നത്. ഈ വേരിയോളിനം ഒരു ഇന്റർ കറന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ എന്നാ ഡിസീസ് പ്രൊഡക്ഷൻ എടുക്കുന്നതായതുകൊണ്ട് അത് ഹയർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. 200 വണ്ണമൊക്കെയാണ് കൊടുക്കുന്നത് വേരിയോളിൻ. അത് നോസോഡ് ആയതുകൊണ്ടാണ്. ഇതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തെ ഡിസ്ഫിഗർമെന്റ്, മുഖത്തെ കലകൾ ഇങ്ങനെ കുത്തുകുത്തായിട്ട് കിടക്കുന്നു. അടുത്തത് ആണി. ഇത് എല്ലാവർക്കും ഇഷ്ടം പോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ആണി മാറ്റാത്ത ഒരു ഹോമിയോപ്പതി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ കേസെങ്കിലും മുഴുവൻ കുറഞ്ഞില്ലെങ്കിലും ആണിക്ക് പേര്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ, കൂട്ടത്തിൽ പഠിച്ച ഒരാള് ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ പുള്ളി എന്നെ എടുത്തു. എൻ്റെ അടുത്ത് വല്ലപ്പോഴും ഒക്കെ കാണാൻ വരുമ്പോൾ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ പുള്ളി പോയപ്പോൾ എൻ്റെ ക്ലിനിക്കിന് മുമ്പിൽ ആണി രോഗ ചികിത്സ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഞാൻ അന്നേരം പുള്ളി വെറും ആൻറ്റിബയോട്ടിക്കൂടെ മാത്രമേ കൊടുക്കൂ. അന്നത്തെ കാലത്ത് പുള്ളി 100-150 രൂപ ചാർജ് ചെയ്തത്. എത്ര 50 വർഷം മുമ്പിലത്തെ കാര്യമാണ്. അതും സിംഗിൾ ഡോസ് ഹയർ പൊട്ടൻസി ഒക്കെ ഒരു ഡോസ് കൊടുത്തേച്ചാ പുള്ളി 100-150 ബാക്കി പ്ലാസിബോയാ. ആണിക്ക് കൊടുക്കാവുന്ന ആദ്യത്തെ മരുന്ന് എല്ലാവർക്കും അറിയാം, ആൻറ്റിബയോട്ടിക്കാണ്. ഉള്ളംകാലിനെയും പാദത്തിനും ചർമ്മത്തിനും കൂടുതൽ കട്ടി വരും. അത് ഇടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളത് 0/3 കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ ഇടയ്ക്കൊരു ഹൈ പൊട്ടൻസി 50 mO CMO ഒക്കെ കൊടുക്കും. അന്നേരം കുറച്ചുകൂടെ പെട്ടെന്ന് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വേറെ ഉള്ളവർക്ക് ഇവിടെ വേറെ ഇരിക്കുന്ന പലർക്കും വേറെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ. കാലിലെ ചിലർ ഇത് തള്ളവരിലൊക്കെ ഇത് ഒന്ന് ഈ കോൺ ക്യാപ്പ് ഇടും, അല്ലെങ്കിൽ ചെത്തിക്കളയും. ഹൈട്രാസ്റ്റിസ് ആണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത്. ആ തടിപ്പും പോവും, വേദനയും പോവും. പിന്നെ അത് വേണമെങ്കിൽ ഹൈട്രാസ്റ്റിസ് മദർ ടിഞ്ചർ വേണമെങ്കിൽ പുറമെ പുരട്ടുകയും ചെയ്യും. ഞാൻ ഇടയ്ക്ക് പൂജായും ചിലപ്പോൾ പുരട്ടാൻ കൊടുക്കാറുണ്ട്. പൂജ നീർക്കെട്ട് വന്ന് വ്രണങ്ങളോട് കൂടി ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചോരയൊക്കെ വരികയാണെങ്കിൽ, ചെറിയ പഴുപ്പ് പോലെയൊക്കെ ആണെങ്കിൽ നൈട്രിക് ആസിഡാണ്. ഷൂസ് ഇട്ടിട്ട് ചിലർക്ക് കണ്ടിന്യൂസ് ഷൂസ് ഇടുന്നതുകൊണ്ട് ആ ഭാഗമൊക്കെ തടിച്ചിട്ട് അവിടെ വരും, ഭയങ്കര വേദനയായിരിക്കും. അങ്ങനെ വേണമെയാണ് സൾഫർ. പിന്നെ സൾഫറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിയാനിയ എന്ന് പറയുന്ന മരുന്നും കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കേസുകൾ. പിയാനിയ ഇതിന് സൾഫറാണോ സാർ പറഞ്ഞത്? അതെ, സൾഫർ. അതിൽ ഞാൻ സാധാരണ ആദ്യം കൊടുക്കുന്ന പിയാനിയ കൊടുത്തിട്ട് കുറവില്ലെങ്കിലാണ് സൾഫർ കിട്ടാറുണ്ട്. ആഴത്തിലുള്ള ബിണ്ടുകീറിനോട് കൂടി കാണുന്ന ആണി ഗ്രാഫൈറ്റിസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഒരേ മരുന്ന് പലയിടത്തും വരാമെന്ന് പറഞ്ഞ്. ഗ്രാഫൈറ്റിസ്, സൾഫർ, സൈലീഷ്യ എല്ലാം പലയിടത്തും വീണ്ടും വീണ്ടും വരാം. എല്ലാ കേസിൻ്റെ അകത്തും വരാം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പൂജ ഒരു പ്രധാനപ്പെട്ട മരുന്ന്. വളരെ ആഴത്തിൽ കാണുന്നതാണ്. ഓരോ ഞാൻ പറഞ്ഞല്ലോ, പൂജ മദർ ടിഞ്ചർ പരട്ടാനും കൊടുക്കും. പൂജയുടെ പൊട്ടൻസി ഏതാന്നല്ലേ സാർ? ഞാൻ പൂജയ്ക്കൊക്കെ ഞാൻ 0/3. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ പരിപാടി എനിക്ക് വേറൊരു കൽക്കട്ട ഡോക്ടർ പറഞ്ഞു, ഒരേ പൊട്ടൻസി കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഇടയ്ക്കൊരു ഹയർ പൊട്ടൻസി കൊടുക്കുക. അത് ഞാൻ 10 mO 50 mO CMO ഇടയ്ക്ക് ഒരു ഡോസ് കൊടുക്കുമ്പോൾ കൂടുതൽ എഫക്റ്റ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 0/3 കണ്ടിന്യൂ ചെയ്യുമോ? പിന്നെ കണ്ടിന്യൂ, ഒരേ എഫക്റ്റ് കൂടുതൽ കിട്ടുന്നതായിട്ട് കാണുന്നു. കീറുന്ന വേദനയോടുകൂടിയ ആണി
ലൈക്കോപോഡിയ. പിന്നെ ബയോകെമിക്കൽ ഔഷധമാണെങ്കിൽ സൈലീഷ്യ കൊടുക്കും. പിന്നെ ഈ ആണിക്ക് വേറൊരെണ്ണം കൂടെ ഞാനിത് മാറി മാറി ഹൈട്രാഷസ് ടിഞ്ചറ്, പൂജ ടിഞ്ചറ് ഒക്കെ മാറി മാറി കൊടുക്കും. ഒന്നുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ വേറെ ഒന്നും. ഇതൊന്നും കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ കൊടുക്കുന്നത് സാലിസിലിക് ആസിഡ് ടിഞ്ചറും 1:5 വെള്ളം കൂടെ കൂട്ടി 1:2 ചേർത്തിട്ട് അത് ഒന്നരാടനോ 2-3 ദിവസം കൂടുമ്പോൾ ഇതെല്ലാം മാറി മാറി കഴുകാൻ പറയും. മരം കൂടുതൽ ഗുണം കിട്ടുന്നുണ്ട്. ഒന്ന് തന്നെ അല്ലാതെ മാറി മാറി കഴുകിയാൽ കൂടുതൽ ഗുണം കിട്ടിക്കാണാം. അതൊന്നുകൂടെ പറയാം സാറേ. സാലിസിലിക് ആസിഡ് ടിഞ്ചർ ഉള്ളിൽ കഴിക്കാനാണ്. 1:5 വെള്ളം 5 സാലിസിലിക് ആസിഡ് 1. അത് കഴിക്കാനാണോ കൊടുക്കുന്നത്? അത് പെരട്ട. ചിരിൽ ബ്ലെയിൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. കൈയിലെയും വിരലുകളിലും കാലിലെ വിരലുകളിലും കാണുന്ന ചൊറിച്ചിലും വേദന എനിക്ക് ഈയിടെ ഒരെണ്ണം കിട്ടി. എൻ്റെ ഒരു കൂട്ടത്തിൽ പഠിച്ച ഒരു ഡോക്ടറുടെ ഫ്രണ്ടാണ്. അത് പലതും ചെയ്തിട്ട് പറഞ്ഞില്ല. ഞാൻ എന്നാ കൊടുത്തെന്ന് ഞാൻ ഇപ്പം ഇവിടെ കണ്ട് കുറിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് പറയാം. അങ്ങനെ തണുത്ത കാലാവസ്ഥയിൽ രക്തധമനികളിൽ ചുരുങ്ങുന്നു കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൂടുതലും തണുപ്പ് കാലത്തായി ഈ മഞ്ഞുകാലമൊക്കെ വരുമ്പോഴാണ് കൂടുതലും വടക്കേന്ത്യയിലെ ഇത് കൂടുതലും കാണും. അങ്കാരിക്കസാണ്. അത് ഇനി ചൂടുകാലത്താണ് വരുന്നെങ്കിൽ ഫ്രഗേറിയ വെസ്ക എന്ന് പറയുന്നത്, ഞാൻ അതിന്റെ സ്പെല്ലിംഗ് എന്നോട് ചോദിക്കുന്നത് ഞാൻ എങ്ങാണ്ട് തപ്പിയിട്ട് കിട്ടിയില്ല. അതെനിക്ക് അതിന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല. അത് വേനൽക്കാലത്ത്, മറ്റേത് തണുപ്പ് കാലത്ത് അകാരിക്കസ്. നിങ്ങൾ ബോറിക്കലോ വേറെ എവിടെയെങ്കിലും തപ്പി നോക്കാം. ഞാൻ തപ്പിട്ട് കിട്ടി. എല്ലാ മഞ്ഞുകാലത്തും വരുന്ന ഫേഷ്യൽ ബ്ലെയിനിൽ നിന്ന് കിട്ടുന്ന കൈയുടെ പുറകുവശത്തും വിരലുകളുടെ അഗ്രത്തുമുള്ള ചർമ്മം വിണ്ടുകീറും. ചിലർക്കത് ചിലപ്പോൾ ഉണ്ടാകും. എൻ്റെ അയൽവക്കത്തുള്ളൊരു പയ്യന് ഇതുണ്ടായിരുന്നു. എന്നും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വരും. പയ്യന് കാലിനും വിരലുകൾക്കും. ഒരു മിനിറ്റ് പറഞ്ഞേ, ഞാനൊന്ന് ഇവിടെ എഴുതി ആരെയും ചോദിച്ചാൽ ഒന്നുകൂടെ പറഞ്ഞേ, സ്പെല്ലിംഗ് പറഞ്ഞേ. FRAGARREA ഫഗേറിയ വെസ്ക VESCA. സോയ ഡോക്ടർ ഇട്ടിരിക്കുന്ന. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇവിടെ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പം നേരം ഈ ചർമ്മം മഞ്ഞുകാലത്ത് ഇത് കൂടുതൽ കാണും. കൈയൊക്കെ, അതായത് സാധാരണ സ്കിന്നെല്ലാം ഒന്നേരം ഡ്രൈ ആവും. കൈയുടെ പുറകുവശത്തും കാലിൻ്റെയും കൈയുടെ ഒക്കെ വിരലിൻ്റെ അറ്റത്തും ഒക്കെ കാണുന്നതാണ്. ഒരുമാതിരി നീലിച്ചിരിക്കും, ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പെട്രോളിയമാണ് മെഡിസിൻ. ഇത് തണുപ്പുകാലത്ത് തന്നെ കൂടുകയാണെങ്കിൽ, ഈ പെട്രോളിയം കൊടുത്തിട്ടും ഇതൊന്നും കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ സോറിനും ഞാനത് കൊടുക്കുന്ന വണ്ണം മട്ടെണ്ണം ഒക്കെ. ലേറ്റ് മെൻസസ് വരികയും ഗ്യാസ് ബ്ലീഡിങ് ആകുകയും ചെയ്താൽ പെൺകുട്ടികളിൽ ഇത് കാണുകയാണെങ്കിൽ കയ്യും കാലും ഒക്കെ ചൂടാകുമ്പോൾ വേദന കൂടുതൽ തോന്നിക്കുകയാണെങ്കിൽ നീല നിറത്തിലോ നീല കളർന്ന ചുവപ്പ് നിറത്തിലോ ആയാൽ കൊടുക്കേണ്ട മെഡിസിന് പൾസാറ്റ്. വായിക്കണോ? ഒന്നുകൂടെ പറയണോ? സാറേ, ഇച്ചിരി ശബ്ദവും കൂടെ കുറവുണ്ട്. അതിനെന്നാ ചെയ്യേണ്ടിയെന്ന് മനസ്സിലാക്കി. ഇച്ചിരിയുടെ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി.
ഇവിടെ ഉള്ളതിൻ്റെ മാക്സിമം അതായത് എൻ്റെ തൊണ്ട അടച്ചിരിക്കുക. ഒരു ജലദോഷമായിരുന്നു. പിന്നെ പറ്റിയാലെന്ന് പറയാതിരിക്കാൻ എന്നോണ്ട എൻ്റെ ശബ്ദം കുറച്ച് കൂടുതലുണ്ടതേ ഉള്ളൂ. പറയാൻ സാധ്യതയില്ലായിരുന്നു. അതുകൊണ്ട് പറ്റിയതാണ്. അതായത് മെൻസസ് സ്കാൻഡി മെൻസസ് ആണെങ്കിലും ശരീരം ആ സമയത്ത് വേദന കൂടുതൽ തോന്നുകയും നീല നിറവും ചുവപ്പ് നിറവും ആണെങ്കിൽ കൊടുക്കേണ്ട മെഡിസിൻ പൾസാറില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. കൈ വിണ്ട് കീറൽ, ടാപ്ഡ് ഹാൻഡ്സ് എന്ന് പറയും. കൈ ഇടയ്ക്കിടയ്ക്ക് വിണ്ട് കീറുന്നു, കൈക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു, വിരലുകൾ നീല നിറം വരികയും നഖങ്ങൾ പൊട്ടിപ്പോവുകയും ചെയ്യും. നഖത്തെ നമുക്ക് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും കേട്ടോ. ഈ നഖം അൺഹെൽത്തിയൊക്കെ ആണെങ്കിൽ, കൂടുതൽ വളരുമൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഓരോരോ മെഡിസിൻ നമ്മുടെ എത്തി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട മെഡിസിൻ പൂജ. കയ്യെ നഖത്തെ വെളുത്ത പാട് കാണുകയാണെങ്കിൽ ആർസനിക്കാക്കാം. ഇവിടെ നഖത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഓർത്തപ്പ പറഞ്ഞു പൊട്ടിപ്പോവുകയും ചെയ്യുകയാണെങ്കിൽ അലൂമിനിയ സിലിക്കേറ്റ എന്ന് പറയുന്നത്. അലൂമിന സിലിക്കേറ്റ. കൈയുടെ പുറകുവശം വിരലിനും അറ്റവും വിണ്ട് കീറുന്നു, ചർമ്മം പരുപരുത്തതും ഉണങ്ങിയതും രക്തം വരുന്നതുമാകുന്നു. മഞ്ഞുകാലത്ത് ഇത് കൂടുന്നു, വർദ്ധിക്കുന്നു. തണുപ്പ് കാലത്ത് ഇത് കൂടും. പെട്രോളിയം മരുന്ന് നേരെ കണ്ട് ഞാനൊരു പ്രാവശ്യം പെട്രോളിയം പറയും. എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ കൊടുക്കേണ്ട മരുന്ന് മെഡിസിൻ സോറിനാണ്. ഒരു ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാം തണുപ്പ് കാലത്ത്. കയ്യിൽ നഖങ്ങൾ ഉണങ്ങി വിണ്ട് കീറുന്നു, ഉള്ളം കൈ ചൂടുള്ളതും സദാസമയം വിശർത്തും കാണുന്നു. ചർമ്മം ഉള്ളതായിരിക്കും, വിളറിയ മൃദുവായ ചർമ്മം. കൈയിലെ നഖങ്ങൾ ഉണങ്ങി വിണ്ട് കീറുന്നു, ഉള്ളം കൈ ചൂടുള്ളതും സദാസമയം വിയർത്തും കാണുന്നു. ചർമ്മം വഴുവഴുപ്പുള്ളത് വിളറിയ മൃദുവുമായിരിക്കും. നേട്ടുമ്പോഴാണ് മെഡിസിൻ. ഞാൻ ആദ്യം മെഡിസിൻ പറഞ്ഞിട്ട് സിംറ്റം വായിക്കണോ, സിംറ്റം പറഞ്ഞിട്ട് മെഡിസിൻ വായിക്കുന്നതാണോ നല്ലത്? ഇപ്പൊ പറഞ്ഞ പോലെ മതി. സിംറ്റം പറഞ്ഞു. അതെ. വിരലിന്റെ അഗ്രം വിണ്ട് കീറിയിരിക്കും, വിരലുകൾ വരണ്ടിരിക്കുന്നതായി തോന്നും. അഗ്രം വിണ്ട് കീറിയിരിക്കും, വിരലിന്റെ വരണ്ടിരിക്കും, കൈ തണുത്തു ഇരിക്കുകയാണെങ്കിൽ സൈലീഷ്യ മെഡിസിൻ. ഞാൻ ഇടയ്ക്ക് ഈ സൈലീഷ്യ ഒക്കെ കൊടുക്കുമ്പോൾ, ലോവർ പൊട്ടൻസി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഹയർ പൊട്ടൻസി കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതാ. അനാരോഗ്യമായ വരണ്ട ചിതമ്പൽ പോലുള്ള ചർമ്മം, രാത്രികാലങ്ങളിൽ കയ്യിലും ഉള്ളംകാലിലും പുകച്ചിലും ഉണ്ടെങ്കിൽ സൾഫറാണ്. ഒന്നുകൂടെ പറയാം സാറേ. അനാരോഗ്യകരമായ വരണ്ട ചിതമ്പൽ പോലുള്ള ചർമ്മം, അഗ്രവേഷൻ ഇൻ നൈറ്റ്, ഉള്ളംകാലിൽ പുകച്ചിലും, കയ്യിലെ ചിലപ്പോൾ പാദത്തിനും കയ്യുടെ കയ്യുടെ പത്തിക്കും പുകച്ചിട്ട് വരും. അങ്ങനെയാണ് സൾഫർ ഒരു കറക്റ്റ്. ഞാൻ എൻ്റെ കൂട്ടത്തിൽ കാർക്കേറിയ പോസൂടെ കൊടുക്കാറുണ്ട്, നല്ല റിസൾട്ടാണ് കിട്ടാറുണ്ട്. ഇത് ഞാൻ സരസപ്പാരില്ല പറഞ്ഞായിരുന്നോ? ഇല്ല, അമ്മ വിട്ടുപോയ. കാലും കൈയും വിണ്ട് കയറുന്നതിനും പിളരുന്നതിനും കൊടുക്കാവുന്ന ഒരു പ്രത്യേകം, എൻ്റെ ഒരു സ്പെസിഫിക് പോലെ ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം ഇത് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുള്ളൂ കേട്ടോ. അത് പുറമെ ചിലപ്പം ഗ്രാഫൈറ്റിസോ ഈ സരസപ്പാരില്ല മദർ ടിഞ്ചറോ, ചിലപ്പോൾ അടുത്ത് വളരെ കുറവില്ലെങ്കിൽ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ പൊട്ടൻസി കൊടുത്തിട്ട് കുറയുമെങ്കിൽ ഒന്നാലും കൂടുതൽ ഇത് കിട്ടാറുണ്ട്. വിരലിന്റെ അഗ്രം വിണ്ട് കയറി, അത് കാലിന്റെ ആകാൻ കയ്യടെയാകും ഉണ്ടാകുന്ന ആണെങ്കിൽ ഗ്രാഫൈറ്റിസ്. കൂടുതൽ ഡോസ് കൊടുത്താൽ ഉൾട്ടേടിക്കും. കുറഞ്ഞ ഇതേ കൊടുക്കാവുള്ളൂ. കുറച്ച് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം.
കയ്യിലും കാലിലും ആഴത്തിലുള്ള വിണ്ടുകീറലും വിള്ളലുകളും വളരെ കട്ടിയുള്ളതുമായി കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ കൂലിവേലയ്ക്കൊക്കെ പോയിട്ട് തഴമ്പ് വരികയല്ലേ, എന്നിട്ട് പൊട്ടും. അങ്ങനെയാണെങ്കിൽ സിസ്റ്റസ് കനാഡെൻസിസ് എന്ന് പറയുന്ന മരുന്ന്. പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ കലണ്ടഡ ഓയിൻമെന്റോ ക്രീമോ തേക്കാം. കലണ്ടഡ ഓയിൻമെന്റ് അല്ലെങ്കിൽ എണ്ണയിൽ കലണ്ടഡ മദർ ടിഞ്ചർ മിക്സ് ചെയ്തിട്ട് പരട്ടാം. പിന്നെ ഒരു നല്ല എല്ലാവർക്കും വളരെയധികം പേഷ്യൻ്റ് കിട്ടുന്ന ഒരു പരിപാടി, ശരീരത്തിന് നല്ല നിറം എന്ന് പറഞ്ഞാൽ കറുത്തയാളെ വെളുത്ത ആളാക്കാനും വെളുത്തയാളെ കറുത്തയാക്കാനും ഒന്നും പറ്റിയല്ല. കുറച്ചുകൂടെ മൃദുവും കാണാൻ നല്ല ഇച്ചിരി സൗന്ദര്യമൊക്കെ കൂടും. കുറച്ച് കറുത്ത നിറമൊക്കെ മങ്ങും. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതാണ് അയോഡിയം. അയോഡം നല്ലൊരു മരുന്നാണ്. അത് കൊടുത്താൽ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർക്ക് സൗന്ദര്യം ധർമ്മ കുറച്ചുകൂടെ മൃദുവാകുകയും കറുത്ത കളറൊക്കെയാണ് ഒന്ന് മങ്ങും, തീർത്ത് വെള്ളയാകുമൊന്നുമില്ല. അഥവാ ഇനി അയോഡം പരാജയപ്പെട്ടാൽ കൊടുക്കാവുന്ന മരുന്ന് പോസ്റ്റിക്കോ. അയാളെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എത്ര റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ എത്ര റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. കുറേ നാൾ വരെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ കുറച്ചാൾ കൊടുത്തിട്ട് കുറച്ച് നിർത്താൻ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ല, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഇമ്പ്രൂവ്മെന്റ് ആകുമ്പോൾ നിർത്തും, പിന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഒന്ന് ലൈക്കോപോഡിയ അങ്ങനെ കൊടുക്കാവുന്നു. നല്ല സരസപ്പാരഡായി നല്ല നിറം കിട്ടാൻ, ശരീരത്തിൽ ഈ തൊലിക്ക് നല്ല നിറം കിട്ടാൻ സരസപ്പാരഡ ആയി നല്ല. നീലചർമ്മം, അതായത് സൈനോസിസ് ആയിട്ട് കാണുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് വരുന്ന നീലനിറം രോഗിക്ക് കിതപ്പ്, ശ്വാസം മുട്ടൽ, തലകറക്കം തുടങ്ങിയവ അനുഭവപ്പെട്ട ആർസനിക് ആർട്ടാണ്. പിന്നെ ഒരു മരുന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാർബോവേജ്. സൂക്ഷ്മ രക്തധമനികളിൽ ഉള്ള രക്തചംക്രമണം ന്യൂനത കാരണം ചർമ്മത്തിന് നീലം വരും. രോഗി ശുദ്ധവായു ആഗ്രഹിക്കുകയും ജനലുകൾ തുറന്നിടുകയും രോഗിക്ക് തുടരെ വീശിക്കൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹം ക്ഷീണിച്ച ജീവശക്തി. ഞാൻ 1-2 പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ഒറ്റ സിംറ്റം വെച്ച് ഫാൻ 2-3 ഫാൻ ഇട്ടിട്ട് വീണ്ടും ഈ വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. ഒരു 2-3 കേസുകൾ കാർബോവേജ് ഒന്നാം തരം ഔഷധം. നമ്മളവർക്ക് ഈ മെറ്റാമഴിക്കായ്ക്കകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഈ ഫാൻ ക്രേവിങ് ഫോർ ഫാൻ എന്നൊക്കെ ശരിയാണോ? തീർച്ചയായിട്ടും അത് വളരെയധികം അച്ചട്ടാണ്. ഇനി സെല്ലുലൈറ്റിസ് നിർത്തിയിട്ട് ഇച്ചിരി പ്രധാനപ്പെട്ട ഡിസീസിന്റെ മെറ്റാമഴിക്കായോട്ട് ആരാണ്ട് പറഞ്ഞ് സിംറ്റംസ് വേണോ പോണോ, അതോ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി? നിങ്ങളുടെ അഭിപ്രായം അല്ല, ഇപ്പൊ പറയുന്ന പോലെ മതി സർ. മതിയോ? അന്നേരം അടുത്തത് സെല്ലുലൈറ്റിസ്. ഒരിക്കൽ ഒരു ഡയബറ്റിസ് പേഷ്യന്റിന് ആരാണ്ട് പറഞ്ഞു നാട്പാമരം ഇത് ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ വെക്കാൻ പറഞ്ഞു. ഈ ഡയബറ്റീസ് പേഷ്യൻസിനൊന്നും ഒരിക്കലും ചൂട് നമ്മുടെ കൈകൊണ്ട് ചെക്ക് ചെയ്തിട്ട് കാലിൽ ചൊറിച്ചിലുണ്ടായിരുന്നപ്പോൾ അത് കാല് വെള്ളത്തിൽ മുക്കി വെക്കാൻ പറഞ്ഞു. അന്നേരം ആയുർവേദ ഡോക്ടർ പറഞ്ഞു നാൽപ്പാമരത്തിൻ്റെ തൊടിയിട്ടിട്ട് കാല് വെച്ചപ്പോൾ കാല് പൊട്ടി. അത് കഴിഞ്ഞത് സെല്ലുലൈറ്റിസ് ആയിട്ടങ്ങ് മാറി, കാല് മുഴുവൻ വന്നു. അത് മാറിയത്
ഏപ്പിസ് മെലിമിക്ക് കൊണ്ടാണ് മാറുന്നത്. അതിൻ്റെ സിംറ്റംസ് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിനേഷ്യ മദർ ടിഞ്ചറും ഗൺ പൗഡർ 3x കൊടുക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പ്രാണികൾ കുത്തുന്നത് പോലെയുള്ള ഈ വേദനയും അത് നീരും കാണും, ചുമന്നിരിക്കുന്നു, തൊലി മിനുമിനുപ്പ് കാണും. ഇങ്ങനെ ഒരുമാതിരി നമ്മൾ നീര് വന്നവരുടെ കാട് കണ്ടിട്ടുണ്ടോ? അന്നേരം അത് മിനുമിനുത്തായിരിക്കും, ചുവപ്പ് നിറത്തോടു കൂടി. അത് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരുമാതിരി പരുവ് പോലെ അവിടെ ഇവിടെ ഇങ്ങനെ വന്ന് പഴുക്കും. അങ്ങനെയുള്ള കേസിൽ ഏപ്പിസ് മെലിമിക്ക. പിന്നെ ഞാൻ പറഞ്ഞ ഈ 2 മെഡിസിനോടെ ഞാൻ കൊടുക്കാറുണ്ട്. മൂർച്ചയും മുനയുമുള്ള സാധനങ്ങൾ കൊണ്ടുള്ള മുറിവാണെങ്കിൽ നീരും ഉണ്ടാകുകയാണ്. നിറമ്പാൽ കൊടുത്ത ടെറ്റണസിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് നിറമ്പാൽ. അതായത് ഏതെങ്കിലും മൂർച്ചയുള്ള ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് മുറിഞ്ഞാൽ ടെറ്റണസ് ടോക്സോയിഡ് എടുക്കുന്നത്. ഇപ്പം എന്നോട് ചോദിക്കും, എന്നിട്ടും ടെറ്റണസ് വന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കൊടുത്തിട്ട് ആർക്കും തന്നെ വന്നിട്ടില്ല. നിറമ്പാൽ ഞാൻ അതിന് പകരമായിട്ട് പല കേസുകളിലും കൊടുക്കാം. അതും 0/3 ആണോ കൊടുത്തത്? അതെ, അതും 0/3 കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസത്തിന് കൊടുക്കും. ഗ്രന്ഥിവീക്കം കൊണ്ട് കഴുത്തിലും അരക്കെട്ടിലും ഉണ്ടാകുന്ന നീര്, ചൂടും വേദനയും അനുഭവപ്പെടുന്നു. റെസ്റ്റ്ലെസ്നെസ് കാണും, അത് റെസ്റ്റോക്സ് ആണ് മെഡിസിൻ. ഈ തണുപ്പ്, കോൾഡ്നെസ്, പുറമെ തണുപ്പും ഉള്ളിൽ പുകച്ചിലും, മടല ക്ഷീണം, അങ്ങനെയാണെങ്കിൽ കാർവോവേജ് നമ്പർ 1 മെഡിസിനാണ് ഇങ്ങനെയുള്ള പല അക്യൂട്ട് കേസുകൾ. കാർവോവേജ് പുറത്തും അകത്തുമായി ഓരോരോ ഭാഗങ്ങൾ ഐസ് പോലെ തണുത്തിരിക്കുന്നതായുള്ള തോന്നൽ, തണുത്ത കാൽപാദവും ചിലപ്പോൾ കൈയും തണുക്കും. അങ്ങനെയാണ് കാൽക്കേറിയ കാർവാണ് മെഡിസിൻ. പ്രത്യേകിച്ച് ലൂക്കോപ്ലഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കാൽക്കേറിയ കാർവ് വളരെ ഒന്നാന്തരം ഒരു മെഡിസിനാണ്. ഇനി ഫോറിൻ ബോഡീസ്, അന്യവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലാണ്. അറിയുന്നതും അറിയാത്തതുമായ അന്യവസ്തുക്കൾ ചർമ്മത്തിൽ നിന്നും പുറത്തേക്ക് കളയാൻ ഗപ്പാർസൽ പോലും മരുന്നാണ്. പിന്നെ അടുത്തത് സൈനീഷ്യാണ്. അതായത് എൻ്റെ ഒരു റിലേറ്റീവ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി ഫുട്ബോൾ കളിക്കാരനാണ്. ഫുട്ബോൾ അടുത്തുള്ള ഒരു കുളത്തിൽ പുള്ളി ചാടി കുളത്തിൽ വീണ് എടുത്തു. അന്നേരം ഒരു കമ്പ് തുടയിൽ കയറി. പുള്ളി അത് വലിച്ചൂരി കളഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് പുള്ളിക്ക് ജോലിയൊക്കെ കിട്ടി. പുള്ളി ഒരു സ്കൂളിൽ മാഷായി. അന്നൊക്കെ ഈ സ്കൂട്ടറൊന്നുമില്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. പുള്ളി സൈക്കിൾ ചവിട്ടി വന്നപ്പം അവളൊരു കാലിന് വേദനയും പഴുപ്പുമൊക്കെ. അവസാനം ഈ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ അറ്റം കാണും. ഇത് നമ്മളെ കയ്യിൽ ആര് കൊള്ളും. നമ്മൾ ഈ ആര് കൊണ്ടാലും ഇതേ അവസ്ഥ, അതവിടെ ഇരിക്കും, നമ്മൾ കാണുകയില്ല. അന്നേരത്തേന് തൽക്കാലം കുറയും, പിന്നെ അതവിടെ ഇരുന്ന് പഴുക്കും. അങ്ങനെയുള്ള കേസിൽ കൊടുക്കുന്നതാണ് ഗപ്പാർസൽ ആൻഡ് സൈനീഷ്യ. ഗപ്പാറിൻ്റെ അത് പുറത്ത് പോകും. ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ആർമുമായിട്ട് ജോലി ചെയ്യും. ഒരു 7-8 വയസ്സുള്ള പയ്യൻ അവിടെ ഇരുന്ന് കരച്ചില്ല. അതിൻ്റെ കാലിൽ ഒരു അൾസറുണ്ട്. അതിങ്ങനെ കാലും പൊക്കി വെച്ചോണ്ടിരുന്നു. ഈ പയ്യൻ കരയുന്ന കൂട്ടത്തിൽ അമ്മയും കരയും. എൻ്റെ മുറിയുടെ അടുത്ത് വന്നിരുന്ന് കരച്ചില്ല, ഉറങ്ങാതെ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റും. ഞാൻ അവസാനം റെപ്പർട്ടൈസ് ചെയ്ത് നോക്കിയപ്പോൾ സൈനീഷ്യ കിട്ടി. സൈനീഷ്യ ഞാൻ 0/3 കണ്ടിന്യൂസ് കൊടുത്തു. അടുപ്പിച്ചടുപ്പിച്ച് 10 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് ഇടയിട്ട് ഒരു ഗ്ലാസ്സിൽ കലക്കി വെച്ചിട്ട് 5 പിൽസ്
ഡിസോൾവ് ചെയ്തിട്ട് കൊടുത്തു. ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് ന്യൂമെട്രോഡ്സ് പുഴു അതിൻ്റെ അകത്തുനിന്ന് പട്ടാളക്കാരൻ ഇറങ്ങി വരുന്ന കൂട്ട് ഇറങ്ങി വന്നു. അത് പോയതോടെ കൊച്ചു കിടന്ന് ഉറങ്ങി. അത് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ ന്യൂമെട്രോഡ്സ് അകത്തുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ ഏതെങ്കിലും വ്രണം ഉണ്ടെങ്കിൽ അത് കാലയിൽ ഡ്രസ് ചെയ്യണം. ചിലർ ഡ്രസ് ചെയ്യല. ലേറ്റസ്റ്റ് ചില വായുവൊക്കെ കിടന്നോട്ടെന്നുണ്ടാവും. തുറന്നു വെച്ചാൽ അറിയാതെ ഈച്ച വന്നത്തെ മുട്ട ഇട്ടിട്ട് വന്നാൽ ന്യൂമെട്രോഡ്സ് ഉണ്ടാവും. ഇത് കാലെപ്പോഴും ഡ്രസ്സ് ചെയ്തിട്ട് മൂടി അല്ലെ ചുമ്മാ ഒരു തുണിയിട്ടെങ്കിലും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ളത് കെട്ടിയിട്ടേ നടക്കാവുള്ളൂ. അല്ലെങ്കിൽ ഈച്ച വന്ന് മുട്ടയിടും. മുട്ടയിട്ടിട്ട് അകത്ത് ന്യൂമെട്രോഡ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള അവസരത്തിൽ ഹെപ്പാസൾഫോസ് ഐലീഷ്യാണ്. ഐലീഷ്യ ആണെങ്കിൽ നീരുണ്ടായിരിക്കും. ചിലപ്പം വെളിയിലോട്ടൊന്നും കാണുകയില്ല. അകത്ത് ഈ പഴുപ്പിരിക്കുന്ന കൂട്ട് ഉണ്ടാകും. ഇത് രണ്ടും ഇതിന് ഏതെങ്കിലും ഒന്നുകൊണ്ട് തീർച്ചയായിട്ടും അത് അതുകൊണ്ടാണ് ഇതിനെ സർജന്റെ നൈഫ് എന്ന് പറയും. ഞാൻ 6 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാല്ലേ, ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഇനി 5 മിനിറ്റേ ഉള്ളൂ സാറേ. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ 5 വർഷം തികയുന്നതിൻ്റെ ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ 28-ന് കൊച്ചിയിൽ താജ് വിബന്ധ ഹോട്ടലിൽ വെച്ച് നടക്കുകയാണ്. ഇനിയും ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം 3000 രൂപ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇല്ല, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാറേ. ഞാൻ കണ്ടില്ല. അഡ്മിറ്റ് ചെയ്യട്ടെ. പിന്നെ ഇവിടെ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ തോമസ് ഡോക്ടർ. സാറേ, കളർ മാറുന്ന ഈ അയോഡം ഏത് പൊട്ടൻസിയാ പറഞ്ഞു? ഞാൻ 0/3 കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ 13 കൊടുക്കും. എനിക്കറിയാവുന്ന ഡോക്ടർ തോമസ് ആണോ? ഞാൻ ചെന്നിത്തലയാ, മാവേലിക്കര ചെന്നിത്തല. അതെ, ഞാൻ വിളിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത് ഒരിക്കൽ. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ക്വസ്റ്റ്യൻ. ഇതൊരു ഡോക്ടർ ശോഭന ശോഭന ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവുന്നേ. ശോഭന ഡോക്ടർ. സാർ കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. സാർ, പാലുണ്ണിക്ക് കോസ്റ്റിക്കം കൊടുക്കണ കാര്യം പറഞ്ഞു. 0/3 അത് 6 months to 1 year വരെയൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ 6 months 0/3 തന്നെയാണോ നിൽക്കുന്നത്? ഞാനത് കുറെ നാള് കഴിഞ്ഞിട്ട് 1-2 മാസം കൊടുത്തിട്ട് ഒരു കുറവും കണ്ടില്ലെങ്കിൽ കണ്ടിന്യൂസ് അങ്ങ് കൊടുക്കില്ല. ഒരു 3-4-5 ദിവസം കൊടുത്തിട്ട് കുറവ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് പിന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കുറവില്ലെങ്കിൽ വീണ്ടും അത് കൊടുത്തിട്ട് 1-2 പ്രാവശ്യം കുറഞ്ഞിട്ട് 0/6 പോകും. സാധാരണ 0/20 എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. 0/12. സാർ, ഇത് എങ്ങനെയാ കൊടുക്കാറ്? 0/3 ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 4-5 പിൽസ് എടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുക്കും. അതിൻ്റെ ഒരു 100 ml വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് വിട്ടിട്ട് സ്റ്റിർ ചെയ്ത് ഇടത്ത സൈഡിലോട്ട് കറക്കും. ഇത് നല്ല സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും. എന്നിട്ട് അത് അക്യൂട്ട് ഡിസീസും 5 to 10 minutes, സബ് അക്യൂട്ട് ക്രോണിക് ഡിസീസ് ആണെങ്കിൽ ഒരു 3 hours 4 hours വരെ കൊടുക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ TDS QID കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ്. എൻ്റെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു സീനിയർ മോസ്റ്റ് കൽക്കട്ടയിൽ ഡോക്ടർ പറഞ്ഞു തന്ന മെത്തേഡാണ് ഞാനത് ഫോളോ ചെയ്യുന്നത്.
ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? 2 മിനിറ്റേ ഉള്ളൂ. ആർക്കും ശോഭന ഡോക്ടർ സാറിനൊരു നന്ദി പറയണേ. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ഓണാശംസകൾ പറയാൻ ശോഭന അത് മറന്നു. ശോഭന ഡോക്ടറെ ഒന്ന് സാറിനൊരു നന്ദി പറയണേ. സാർ, താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ ക്ലാസ്സുകളും സാറിന്റെ എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസിന്റെ ഒരു ഇതാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ഒരു ഗുണമാണ് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച് സർ, ആൻഡ് ഹാപ്പി ഓണം ടു യു സർ. നന്ദി ശോഭന ഡോക്ടറെ. ഇന്ന് സാറ് നമുക്ക് പതിവ് പോലെ നല്ല ഒരു ക്ലാസ്സാണ് ഇന്ന് തന്നത്. നമ്മളുടെ പ്രാക്ടീസിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സാണ് സാറ് തരുന്നത്. ഇനിയും സാറ് ഇതുപോലെ ഒരു ക്ലാസ്സുമായിട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും കൂടെയാണ് സാറേ. ഇന്നത്തെ ഈ 1830 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയാക്കി തീർത്ത് സാറിന് ശ്രീധരക്കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭരാത്രി.